എല്ലാവർക്കും സോഷ്യോളജിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നാം ഫസ്റ്റ് ഇയർ തുല്യതാ സോഷ്യോളജിയുടെ ഈ വർഷം മെയ് മാസം നടന്ന പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനം നടത്തുകയാണ്. 80 മാർക്കിനാണ് ചോദ്യങ്ങളുള്ളത്. അതിൽ ആദ്യത്തെ കാറ്റഗറി 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ. ഇതിൽ 9 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്, ഓരോ മാർക്ക് വീതം. ഒന്നാമത്തെ ചോദ്യം: സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? സി. റൈറ്റ് മിൽസ്, കാൾ മാർക്സ്, മാക്സ് വെബർ, എമിൽ ദുർഖെയിം. ഇതിനുത്തരം സി. റൈറ്റ് മിൽസാണ്. എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഒരു ചോദ്യത്തിൽപ്പെട്ടതാണത്. രണ്ടാമത്തെ ചോദ്യം: ഒരേ പ്രായത്തിലുള്ള ഒരു സംഘം ആളുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻസ്: സമസംഘം, പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം, സ്വസംഘം. ഒരേ പ്രായത്തിൽ ഒരേ പദവിയിലൊക്കെ വരുന്ന ആളുകൾ സമസംഘമാണ്. സമസംഘം ഇത് രണ്ടാമത്തെ പാഠത്തിൽ സാമൂഹ്യ സംഘം എന്ന ആശയം അവതരിപ്പിച്ചപ്പോൾ അതിൽ വ്യത്യസ്ത സാമൂഹ്യ സംഘങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സമസംഘം. ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം: താഴെ പറയുന്നവരിൽ സംഘടനാവാദ വീക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? സംഘടനവാദമുണ്ട്, നിർവഹണവാദമുണ്ട്. ഇതിൽ ചോദിച്ചത് സംഘടനവാദമാണ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് മാക്സ് വെബർ, കാൾ മാർക്സ്, ലൂയിസ് ഡ്യൂമണ്ട്, ജി.എസ്. ഖുര്യ. ഇതിൽ സംഘടനവാദത്തിൻ്റെ ആൾ കാൾ മാർക്സ് ആണ്. കാൾ മാർക്സ് ആണ് സംഘടനവാദ വീക്ഷണത്തിൻ്റെ ചിന്തകൻ. നാലാമത്തെ ചോദ്യം: വിവാഹത്തിലൂടെയോ രക്തബന്ധത്തിലൂടെയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ് ഡാഷ് എന്ന് പറയുന്നത്. സംസ്കാരം, പദവി, ബന്ധുത്വം, പങ്ക്. ഇതിലുത്തരം ബന്ധുത്വമാണ്, കിൻഷിപ്പ്. ബന്ധുത്വം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം, രക്തബന്ധം വഴി ഉണ്ടാകുന്ന ബന്ധുക്കളാണ് ഉദ്ദേശം. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? എ. എം. എൻ. ശ്രീനിവാസ്, ബി. കാൾ മാർക്സ്, സി. ഡി. പി. മുഖർജി, ഡി. ജി.എസ്. ഖുര്യ. ഉത്തരം ഡി ആണ്, ജി.എസ്. ഖുര്യയാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി എന്ന ഒരു സംഘടന രൂപീകരിച്ചതും അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ എന്ന പേരിൽ ഒരു ഗവേഷണ ജേണൽ ആരംഭിച്ചതും അദ്ദേഹമാണ്. ആറാമത്തെ ചോദ്യം: സമൂഹത്തിലെ ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഘടനാപരമായ അസമത്വമാണ് ഡാഷ്. സാമൂഹ്യ വസ്തുത, സാമൂഹ്യ ഘടന, സാമൂഹ്യ ശ്രേണീകരണം, സാമൂഹ്യ പെരുമാറ്റം. ഉത്തരം സാമൂഹ്യ ശ്രേണീകരണം എന്നാണ്, സി ഓപ്ഷൻ നമ്പർ. ഇത് പറയുന്നത് 2ാമത്തെ അധ്യായത്തിൽ 44ാമത്തെ പേജിലാണ്. അപ്പോൾ ഉത്തരം സി ആണ്, സാമൂഹ്യ ശ്രേണീകരണം. അടുത്തത് 7ാമത്തെ ചോദ്യം: ഗവേഷണത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്നതിന് ഡാഷ് എന്ന് അറിയപ്പെടുന്നു. എ. ത്രികോണമാപനം, ബി. സ്വയം പ്രതിപദനം, സി. പ്രമാണവൽക്കരണം, ഡി. സാമ്പിൾ. ഉത്തരം എ ആണ്, ത്രികോണമാപനം. അപ്പോൾ ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്നതിന് പറയുന്ന പേര് ത്രികോണമാപനം എന്നാണ്. ഇത് 5ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. 111ാമത്തെ പേജിലാണ് ഈ വിവരം പറയുന്നത്. 8ാമത്തെ ചോദ്യം: വംശീയ കേന്ദ്രോന്മുഖതയ്ക്ക് വിപരീതമാണ് ഡാഷ്. എ. വർഗീയത, ബി. വ്യവസായവൽക്കരണം, സി. സാർവജനീനത, ഡി. ഭൗതിക സംസ്കാരം. ഇതിൽ ഉത്തരം സാർവജനീനത എന്നുള്ളതാണ്. സി ആണ് ഉത്തരം, സാർവജനീനത. ഇത് 4ാമത്തെ അധ്യായത്തിൽ സംസ്കാരവും സാമൂഹ്യവൽക്കരണവും എന്ന ഭാഗത്ത് പറയുന്നുണ്ട്. പേജ് നമ്പർ 91 വംശീയ കേന്ദ്രോന്മുഖതയുടെ ഓപ്പോസിറ്റായിട്ട് പറയുന്നതാണ് സാർവജനീനത. അടുത്തത് 9ാമത്തെ ചോദ്യം: ഭൗതിക സംസ്കാരത്തെ അപേക്ഷിച്ച് ഭൗതികേതര സംസ്കാരം പിന്നോക്കം പോകുന്ന അവസ്ഥയാണ് ഡാഷ്. എ. സാംസ്കാരിക ചലനമാന്യം, ബി. ഉപസംസ്കാരം, സി. വഴക്കങ്ങൾ, ഡി. നിയമം.
ഇതിൻ്റെ ഉത്തരം എ ആണ്, സാംസ്കാരിക ചലനമാന്യം. ഇത് വിവരിക്കുന്നത് സംസ്കാരത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ സംസാരിക്കുന്ന ഭാഗത്താണ്. ജ്ഞാനാത്മക, ഭൗതിക, നൈതിക സംസ്കാരം. ഈ ജ്ഞാനാത്മക സംസ്കാരവും നൈതിക സംസ്കാരവും ചേർന്ന് ഭൗതികേതര സംസ്കാരമെന്നും മറ്റേ മൂന്നാമത്തെ ഭൗതിക സംസ്കാരം. അപ്പോൾ രണ്ട് സംസ്കാരം ഒരുമിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അവിടെ കാണുന്ന കാലതാമസത്തെയാണ് സാംസ്കാരിക ചലനമാന്യം എന്ന് പറയുക. ഇത് വിവരിക്കുന്നത് 90-ാമത്തെ പേജിലാണ്. 10-ാമത്തെ ചോദ്യം, ചാർട്ട് പൂർത്തീകരിക്കുക. സഹകരണത്തിൻ്റെ തരങ്ങൾ. ഒന്ന് സ്വമേധയാ ഉള്ള സഹകരണം എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ പൂർത്തീകരിക്കുന്നത് നിർബന്ധിത സഹകരണം എന്നുള്ളതാണ്. അപ്പോൾ സഹകരണം രണ്ട് രൂപത്തിൽ കാണപ്പെടുന്നു. ഒന്ന് നിർബന്ധിക്കാതെ നമ്മൾ സ്വയം സഹകരിക്കുന്നതിന്, അതിനാണ് സ്വമേധയാ ഉള്ള സഹകരണം എന്നറിയാം. മറ്റത് നമ്മൾ സഹകരിക്കാൻ നിർബന്ധിക്കപ്പെടുക, അതിനാണ് നിർബന്ധിത സഹകരണം എന്ന് പറയാം. ഇത് പറയുന്നത് 6-ാമത്തെ പാഠത്തിൽ 133-ാമത്തെ പേജിലാണ്. അടുത്തത് 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളാണ്. ഇതിലെല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഓരോ ചോദ്യത്തിനും 2 സ്കോർ വീതമാണ്. അപ്പോൾ 11-ാമത്തെ ചോദ്യം, സാമൂഹ്യ സംഘത്തിൻ്റെ 2 സവിശേഷതകൾ എഴുതുക. സാമൂഹ്യ സംഘത്തിന് 6 സവിശേഷതകൾ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. 2-ാമത്തെ പാഠത്തിൽ 39-ാമത്തെ പേജിലുണ്ട്. അപ്പോൾ അതിൽ നിരന്തരമായ പാരസ്പര്യം, ഈ പാരസ്പര്യത്തിൻ്റെ ഒരു സുസ്ഥിര മാതൃക, 3-ാമത്തെ സംഘബോധം, 4 പൊതു താൽപ്പര്യം, 5 പൊതുവായ വഴക്കങ്ങളുടെയും മൂല്യങ്ങളുടെയും സ്വീകാര്യത, 6 നിശ്ചിതമായ ഘടന. ഇതിലേതെങ്കിലും 2 പോയിൻ്റ് എഴുതുക. അടുത്ത ചോദ്യം 12, അന്യവൽക്കരണം എന്നാൽ എന്ത്? അന്യവൽക്കരണം എന്നത് കാൾ മാർക്സിൻ്റെ ഒരു ആശയമാണ്. 9-ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് കാൾ മാർക്സിൻ്റെ ആശയങ്ങൾ. അന്യവൽക്കരണം വിവരിക്കുന്നത് 188-ാമത്തെ പേജിലാണ്. അത് മുതലാളിത്ത സമൂഹത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണെന്നും അതുപോലെ മനുഷ്യൻ ജീവിക്കുന്ന പ്രകൃതിയിൽ നിന്നും സഹജീവികളിൽ നിന്നും തൻ്റെ തന്നെ ഉൽപ്പന്നങ്ങളിൽ നിന്നും അവനവനിൽ നിന്നുമുള്ള വേർപെടലിനാണ് അന്യവൽക്കരണം എന്ന് പറയുന്നത്. അങ്ങനെ അന്യവൽക്കരണത്തിൻ്റെ 4 തലങ്ങളെയും അതിൽ വിവരിക്കുന്നുണ്ട്. അന്യവൽക്കരണം എന്ന് പറഞ്ഞാൽ വേർപെട്ട് പോവുക അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുക എന്നാണ് വാക്കർത്ഥം. അടുത്ത ചോദ്യം 13, സമൂഹശാസ്ത്ര ഗവേഷണത്തിൽ സ്വയം പ്രതിഫലനത്തിൻ്റെ 2 പ്രാധാന്യം എഴുതുക. ഇത് വിവരിക്കുന്നത് ഗവേഷണ രീതികൾ എന്ന പാഠത്തിൽ 5-ാമത്തെ പാഠത്തിലാണ്. അതിൽ 108-ാമത്തെ പേജിൽ പറയുന്നുണ്ട് സ്വയം പ്രതിഫലനത്തെക്കുറിച്ച്. സമൂഹശാസ്ത്രജ്ഞൻ ബോധപൂർവം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഗവേഷണത്തെയും തന്നെയും നോക്കിക്കാണണം. അതിനാണ് സ്വയം പ്രതിഫലനം എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 പ്രാധാന്യങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രാധാന്യം, ഒരു സമൂഹശാസ്ത്രജ്ഞൻ സ്വന്തം മനോഭാവങ്ങളും അഭിപ്രായങ്ങളും ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഇതിലൂടെ സഹായിക്കുന്നു. മറ്റൊന്ന്, ഒപ്പം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ, പ്രത്യേകിച്ച് ഗവേഷണ വിധേയമാക്കപ്പെടുന്നവരുടെ അഭിപ്രായങ്ങളെ ബോധപൂർവം സ്വീകരിക്കാനും സമൂഹശാസ്ത്രജ്ഞന് ഈ സ്വയം പ്രതിഫലനത്തിലൂടെ സാധിക്കുന്നു. അങ്ങനെ 2 പോയിൻ്റുകൾ എഴുതിയാൽ മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം 14, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതുക. അപ്പോൾ അത് പറഞ്ഞിട്ടുള്ളത് പരിസ്ഥിതിയും സമൂഹവും എന്ന 8-ാമത്തെ അധ്യായത്തിലാണ്. 175-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങളെ പ്രകൃതിദത്തമെന്നും മനുഷ്യനിർമ്മിതമെന്നും 2ആയി വിഭജിക്കാം. 1984-ലെ ഭോപ്പാൽ ദുരന്തം, ചെർണോബിൽ ദുരന്തം തുടങ്ങിയവ മനുഷ്യനിർമ്മിത പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അതുപോലെ പ്രകൃതിദത്ത ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ് സുനാമി, ഭൂകമ്പം എന്നിവ. അപ്പോൾ ഈ 2 ഉദാഹരണങ്ങളാണ് എഴുതേണ്ടത്.
15ാമത്തെ ചോദ്യം, ചാർട്ട് പൂർത്തീകരിക്കുക. സംസ്കാരത്തിൻ്റെ മാനങ്ങൾ. അതിൽ നൈതികം എന്ന് തന്നിട്ടുണ്ട്, ബാക്കി 2 പൂരിപ്പിക്കണം. അപ്പോൾ ഒന്ന് ജ്ഞാനാത്മകം, മറ്റേത് ഭൗതികം എന്നതാണ്. ഇത് പറയുന്നത് 4ാമത്തെ അധ്യായത്തിൽ സംസ്കാരം സാമൂഹ്യവൽക്കരണം എന്ന അധ്യായത്തിൽ 86ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അപ്പോൾ പൂരിപ്പിക്കേണ്ടത് ജ്ഞാനാത്മകമെന്നും ഭൗതികമെന്നുമാണ്. 3 മാനങ്ങളാണുള്ളത്: നൈതികം, ഭൗതികം, ജ്ഞാനാത്മകം. അടുത്ത ഭാഗം 16 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും 3 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 4 മാർക്ക് വീതം. ആദ്യത്തെ ചോദ്യം 16ാമത്തെ ചോദ്യം, ആരോപിത പദവിയും ആർജിത പദവിയും അനുയോജ്യമായ ഉദാഹരണങ്ങൾ നൽകി വിശദമാക്കുക. പദവിയുടെ 2 തരങ്ങളാണ് ആരോപിത പദവിയും ആർജിത പദവിയും. പദവി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സമൂഹം നൽകുന്ന സ്ഥാനമാണ്. അതിൽ ആരോപിത പദവി പറഞ്ഞാൽ ജനനം മൂലം ലഭിക്കുന്ന സ്ഥാനങ്ങളാണ്. അതിൻ്റെ ഉദാഹരണമാണ് പ്രായം, ജാതി, ലിംഗം, വംശം, ബന്ധുത്വം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന പദവികൾ ഒക്കെ ആരോപിതമാണ്. ഇപ്പോൾ ജാതി, ഒരാൾ ഉയർന്ന ജാതിയാവുന്നത്, താഴ്ന്ന ജാതിയാവുന്നത്, അല്ലെങ്കിൽ ഒരാൾ പുരുഷന് സ്ത്രീ എന്നൊക്കെ ആകുന്നത്, ഒരാൾ മുതിർന്ന ആളാവുന്നത്, പ്രായമുള്ള ആളാവുന്നത് ഒക്കെ ജന്മനാ ലഭിച്ച പദവിയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ആർജിത പദവി പറഞ്ഞാൽ നമ്മുടെ പരിശ്രമ ഫലമായിട്ട് നേടിയെടുക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനം വിദ്യാഭ്യാസ യോഗ്യതകളും വരുമാനവും തൊഴിൽ വൈദഗ്ധ്യമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമായിട്ട് പറയാവുന്നത്, ഇപ്പോൾ ഒരാൾ എൻജിനീയർ ആകുന്നത്, ഒരാൾ ഡോക്ടർ ആകുന്നത്, അധ്യാപകനാകുന്നത്, അല്ലെങ്കിൽ വക്കീലാകുന്നതൊക്കെ ആർജിത പദവിക്ക് ഉദാഹരണമാണ്. ഇത് വിവരിക്കുന്നത് 2ാമത്തെ പാഠത്തിൽ 49ാമത്തെ പേജിലാണ്. അടുത്ത ചോദ്യം 17, കുലീനവൽക്കരണം, ബന്ധിത സമുദായങ്ങൾ എന്നിവയുടെ ആശയം വിശദീകരിക്കുക. ഇത് 7ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. 159ാമത്തെ പേജിൽ നഗര പ്രദേശങ്ങളിലുള്ള സാമൂഹ്യക്രമവും സാമൂഹ്യ മാറ്റവും എന്ന ഭാഗത്താണ് വിവരിക്കുന്നത്. അപ്പോൾ നഗരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന 2 പ്രക്രിയകളാണ് ബന്ധിത സമുദായങ്ങളും കുലീനവൽക്കരണവും. ബന്ധിത സമുദായം എന്ന് പറഞ്ഞാൽ നഗരത്തിൽ ചില ഇടങ്ങളിൽ ചുറ്റുപാടിൽ നിന്നും ഒറ്റപ്പെട്ട് വളരെ സുഖസൗകര്യത്തോടെ ജീവിക്കുന്ന സമുദായങ്ങളാണ് ബന്ധിത സമുദായങ്ങൾ. ഇവർ സമ്പന്നമായ അയൽപ്പക്കങ്ങളാണ്. അവ മതിലുകളും കവാടങ്ങളും നിർമ്മിച്ചുകൊണ്ട് അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകമായ സമാന്തര സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. സെക്യൂരിറ്റി ഉണ്ടാവും, വൈദ്യുതി ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിഭാസം നഗരങ്ങളിൽ കാണാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് ബന്ധിത സമുദായങ്ങൾ, ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ്. ഇനി കുലീനവൽക്കരണം എന്ന് പറഞ്ഞാൽ അതും നഗരത്തിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. നഗരത്തിലെ സ്ഥലം വിറ്റുകൊണ്ട് താഴ്ന്ന വർഗത്തിൽപ്പെട്ടവർ മധ്യവർഗമോ ഉയർന്ന വർഗമോ ആകുന്ന ഒരു പ്രതിഭാസമാണ് കുലീനവൽക്കരണം. അപ്പോൾ കുറഞ്ഞ സ്ഥലമാണെങ്കിലും നഗരത്തിലാവുമ്പോൾ അതിന് കൂടുതൽ പൈസ കിട്ടും, അല്ലെങ്കിൽ വാടക കൊടുത്തവർക്ക് നല്ല പൈസ കിട്ടും. അങ്ങനെ നഗരത്തിലുള്ള കുറഞ്ഞ സ്ഥലം വിറ്റ് അല്ലെങ്കിൽ വാടക കൊടുത്തുകൊണ്ടൊക്കെ അങ്ങനെ പൈസ ഉണ്ടായിട്ട് അങ്ങനെ ഉയർന്ന വർഗമായി മാറുന്ന അവസ്ഥക്കാണ് കുലീനവൽക്കരണം എന്ന് പറയുക. അടുത്ത ചോദ്യം 18, സമൂഹശാസ്ത്രവും സാമാന്യബോധവും തമ്മിൽ വേർതിരിച്ചെഴുതുക. ഇത് 1ാമത്തെ അധ്യായത്തിൽ 15ാമത്തെ പേജിൽ വിവരിക്കുന്നുണ്ട്. സമൂഹശാസ്ത്രവും സാമാന്യബോധവും എന്ന ഹെഡിങ്ങിൽ. അതിൽ പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്: സമൂഹശാസ്ത്രത്തിന് സങ്കല്പനങ്ങളുടെയും പഠന രീതികളുടെയും വിവരശേഖരണത്തിൻ്റെയും ഒരു ചട്ടക്കൂടുണ്ട്, എന്നാൽ സാമാന്യബോധത്തിന് അതില്ല. അതുപോലെ മറ്റൊന്ന്, സാമാന്യബോധം പരിചിന്തനം ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ഉത്ഭവത്തെ അത് ചോദ്യം ചെയ്യുന്നില്ല. മറ്റൊരർത്ഥത്തിൽ ഈ അഭിപ്രായം എന്തുകൊണ്ട് മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് ഒരാൾ സ്വയം ചോദിക്കുന്നില്ല. എന്നാൽ സമൂഹശാസ്ത്രജ്ഞൻ ഏതൊരു വിശ്വാസത്തെക്കുറിച്ചും തന്നെക്കുറിച്ച് തന്നെയും ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായിരിക്കും. അപ്പോൾ അത് മറ്റൊരു വ്യത്യാസമാണ്.
ഇനി വേറൊരു വ്യത്യാസം, സമൂഹശാസ്ത്രത്തിൻ്റെ ക്രമബദ്ധവും ചോദ്യ രീതിയിലുമുള്ള സമീപനം രൂപപ്പെട്ടത് ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ വിശാല പാരമ്പര്യത്തിൽ നിന്നാണ്. എന്നാൽ സാമാന്യ ബോധത്തിന് ഈ ശാസ്ത്രീയ അന്വേഷണമില്ല. അപ്പോൾ അതൊക്കെയാണ് വ്യത്യാസം. പിന്നെ സാമാന്യ ബോധം എന്ന് പറഞ്ഞാൽ തികച്ചും സ്വാഭാവികമായൊരു വിശദീകരണമാണ്, അല്ലെങ്കിൽ അത് തികച്ചും വ്യക്തിപരമായ ഒരു വിശദീകരണമാണ്. എന്നാൽ സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് തെളിവുകളുടെയും അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണമാണ്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അടുത്തത് 19ാമത്തെ ചോദ്യം. അതിൽ എ ബി ചോദ്യങ്ങളുണ്ട്. അതിൽ എ ചോദ്യം, ക്ഷേമരാഷ്ട്രം എന്ന ആശയം അവതരിപ്പിച്ചതാര്? 1 മാർക്ക്. ബി ചോദ്യം, ക്ഷേമരാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. അതിൽ ക്ഷേമരാഷ്ട്രം എന്ന ആശയം അവതരിപ്പിച്ചത് AR ദേശായി ആണ്. അതിൻ്റെ സവിശേഷതകൾ 3 ഉണ്ട്. അത് ഇതൊക്കെയാണ്. 1, ക്ഷേമരാഷ്ട്രം ഒരു ക്രിയാത്മക രാഷ്ട്രമാണ്. സമൂഹത്തിൻ്റെ ഗുണപരമായ വളർച്ചയ്ക്കായി ഗണ്യമായ അധികാരം ഉപയോഗിച്ച് സാമൂഹിക നയങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. 2ാമത്തെ പ്രത്യേകത, ക്ഷേമരാഷ്ട്രം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഔപചാരിക ജനാധിപത്യ സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ, ബഹുകക്ഷി തെരഞ്ഞെടുപ്പുകൾ എന്നിവ ഇതിൻ്റെ അടിസ്ഥാന സവിശേഷതകളാണ്. 3ാമത്തേത്, മിശ്ര സമ്പദ് വ്യവസ്ഥ. പൊതു സ്വകാര്യ സംരംഭങ്ങളും നിക്ഷേപങ്ങളും ക്ഷേമരാഷ്ട്രത്തിൽ ഉണ്ടാകണം. ഈ 3 പ്രത്യേകതകളാണ് ക്ഷേമരാഷ്ട്രത്തിനുള്ളത്. ഇന്ത്യൻ സമൂഹശാസ്ത്രജ്ഞനായ AR ദേശായിയുടെ ആശയമാണ്. അദ്ദേഹം ക്ഷേമരാഷ്ട്രങ്ങളുടെ പൊള്ളത്തരം, ദ മിത്ത് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ഈ ആശയം അവതരിപ്പിക്കുന്നത്. ഇത് വിവരിക്കുന്നത് അവസാനത്തെ പാഠത്തിൽ 213ാമത്തെ പേജിലാണ്. അടുത്ത ഭാഗം 20 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ 3 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഒരു ചോദ്യത്തിന് 5 സ്കോർ വീതമാണ് ഓരോ ചോദ്യത്തിനും. അതിൽ 20ാമത്തെ ചോദ്യം, സമൂഹശാസ്ത്രവും നരവംശശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിശദമാക്കുക. നരവംശശാസ്ത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ആദിമ മനുഷ്യരെക്കുറിച്ചും അല്ലെങ്കിൽ ലളിത സമൂഹങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കുന്ന ഒരു ശാസ്ത്രമാണ് നരവംശശാസ്ത്രം. അതും സമൂഹശാസ്ത്രവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അത് വിവരിക്കുന്ന ഭാഗം 1ാമത്തെ അധ്യായത്തിൽ 31ാമത്തെ പേജിലാണ്. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ളത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ സമൂഹശാസ്ത്രം എന്നത് ആധുനിക സങ്കീർണ സമൂഹങ്ങളെ വിശദമായി പഠിക്കുമ്പോൾ നരവംശശാസ്ത്രം ആദിമ അപരിഷ്കൃതരായ ലളിത സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. ഇനി മറ്റൊരു വ്യത്യാസം, നരവംശശാസ്ത്രം സാക്ഷരതയില്ലാത്ത നിരക്ഷരരായ ആളുകളെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ സമൂഹശാസ്ത്രം സാക്ഷരരായ ജനതയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി നരവംശശാസ്ത്രത്തിൽ ഗവേഷണ രീതിയായിട്ട് ഫീൽഡ് വർക്കിന് വലിയ പ്രാധാന്യം നൽകുന്നു. എന്നാൽ സമൂഹശാസ്ത്രത്തിൽ ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, പരിമാണാത്മക രീതികളായ സർവേ പോലെയുള്ള രീതികൾക്കാണ് വലിയ പ്രാധാന്യം നൽകുന്നത്. അപ്പം അങ്ങനെ രണ്ടും തമ്മിൽ ചില വ്യത്യാസങ്ങൾ വിശദീകരിക്കാറുണ്ട്. അപ്പോൾ അത് 31ാമത്തെ പേജിൽ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം 21ാമത്തേതാണ്. വിവാഹത്തിൻ്റെ വിവിധ രൂപങ്ങൾ വിവരിക്കുക. അതിൽ സൂചന നൽകിയിട്ടുണ്ട്. പങ്കാളികളുടെ എണ്ണം, വിവാഹ നിയമം. അപ്പോൾ ഈ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് എഴുതേണ്ടത്. 2.5 മാർക്കായിരിക്കും. അപ്പോൾ ഒന്നാമത്തത് പങ്കാളികളുടെ എണ്ണം. പങ്കാളി എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിൻ്റെ 2 രൂപങ്ങളാണ്, ഏകവിവാഹവും ബഹുവിവാഹവും. അപ്പോൾ അത് വിവരിച്ചിട്ടുള്ളത് 64ാമത്തെ പേജിലാണ്, 3ാമത്തെ പാഠത്തിൽ. അപ്പോൾ ഏകവിവാഹം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള വിവാഹബന്ധം. അതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നതും സൂക്ഷ്മതയുള്ളതും എന്ന് പറഞ്ഞാൽ സംതൃപ്തിയുള്ളതൊക്കെ ഈ വിവാഹ രീതിക്കാണ്. അതിൽ പെട്ട മറ്റൊരു തരമാണ് അനുക്രമ ഏകവിവാഹം. അതും ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള വിവാഹമാണ്. പക്ഷേ
ആദ്യ ഇണയുടെ മരണത്തിനോ അല്ലെങ്കിൽ വേർപാടിനൊക്കെ ശേഷം മറ്റൊരു ഇണയെ വിവാഹം ചെയ്യുന്നതിനാണ് അനുക്രമ ഏകവിവാഹം എന്ന് പറയാം. അപ്പോൾ അനുക്രമ ഏകവിവാഹം ഏകവിവാഹത്തിൻ്റെ ഒരു രൂപമാണ്. ഇനി രണ്ടാമത്തെ തരമാണ് ബഹുവിവാഹം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വിവാഹം. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബഹുഭാര്യത്വവും മറ്റൊന്ന് ബഹുഭർത്തൃത്വവും. ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരിക്കുന്ന അവസ്ഥയാണ്. ബഹുഭർത്തൃത്വം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാവുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് പങ്കാളികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രൂപം. ഇനി വിവാഹ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ സ്വഗണ വിവാഹവും ബഹിർഗണ വിവാഹവുമാണ്. അപ്പോൾ സ്വഗണ വിവാഹം എന്ന് പറഞ്ഞാൽ സ്വന്തം ജാതിയിൽ നിന്നോ സ്വന്തം ഗോത്രത്തിൽ നിന്നോ സ്വന്തം മതത്തിൽ നിന്നോ ഒക്കെ ഇണയെ കണ്ടെത്തുന്ന വിവാഹ രീതിയാണ് സ്വഗണ വിവാഹം. ബഹിർഗണ വിവാഹം എന്ന് പറഞ്ഞാൽ സ്വന്തം ഗണത്തിന് അപ്പുറത്ത് നിന്നുള്ള ഇണകളെ സ്വീകരിക്കലാണ്. അപ്പോൾ സ്വന്തം ഗ്രൂപ്പിനകത്തുള്ളവർ ഒഴിവാക്കുക, രക്തബന്ധത്തിൻ്റെയോ മറ്റൊക്കെ അടിസ്ഥാനത്തിൽ അവരെ ഒഴിവാക്കുന്നു. അങ്ങനെ പുറത്ത് നിന്നുള്ളവരെ സ്വീകരിക്കണം എന്ന നിയമത്തിൻ്റെ പേരാണ് ബഹിർഗണ വിവാഹം. ഇത് 65-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അപ്പോൾ ബഹിർഗണ വിവാഹത്തിൻ്റെ ഉദാഹരണമായിട്ട് പറയാനുള്ളത് ഒന്ന് ഗ്രാമേതര വിവാഹമാണ്. സ്വന്തം ഗ്രാമക്കാരെ ഒഴിവാക്കി മറ്റു ഗ്രാമത്തിൽ നിന്നും ഇണകളെ സ്വീകരിക്കുക, വില്ലേജ് എക്സോഗമി അല്ലെങ്കിൽ ഗ്രാമേതര വിവാഹം എന്നറിയും. മറ്റൊന്ന് പറയാറുള്ളത് പിണ്ടേതര വിവാഹമാണ്. പിണ്ടം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഭാഗത്തു നിന്നും 5-6 തലമുറകളും മാതാവിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനത്തെ ഇത്ര തലമുറകളിൽ പെട്ടവർ സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവരാണെന്നും അല്ലാത്തവരെ വിവാഹം കഴിക്കുക എന്ന ഒരു കൺസെപ്റ്റുമാണുള്ളത്. അപ്പോൾ ഈ പിണ്ടം വെക്കുന്നതൊക്കെ ഈ തലമുറകളിലെ ആളുകളെ ഓർത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നതാണ് ഈ പിണ്ടം. അപ്പോൾ അതൊന്നും ഉദാഹരണം നിങ്ങൾക്ക് എഴുതേണ്ടതില്ല. ഈ രണ്ട് രൂപത്തിലുള്ള വിവാഹ രൂപങ്ങളെ വിശദീകരിച്ചാൽ മതി. അത് പങ്കാളികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലും വിവാഹ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും. അടുത്ത ചോദ്യം 22-ാമത്തതാണ്. സാമൂഹ്യ ശ്രേണീകരണത്തിൻ്റെ ഒരു സംവിധാനമായി ജാതിയെയും വർഗത്തെയും വിലയിരുത്തുക. ഇത് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു ആശയമാണ് സാമൂഹ്യ ശ്രേണീകരണം. അതിൽ 4 രൂപങ്ങൾ പറയുന്നുണ്ട്. അടിമത്തം, അതുപോലെ ജാതി, വർഗം, എസ്റ്റേറ്റ്, ഇങ്ങനെ 4 രൂപങ്ങളുണ്ട്. അതിൽ 2 ഇപ്പോൾ ചോദിച്ചത്, ജാതിയും വർഗവും. അപ്പോൾ അത് 2-3 പേജുകളിലായിട്ട് വിശദീകരിക്കുന്നുണ്ട്. 44, 45, 46, 47 പേജുകളിലായിട്ട് ഇത് വിശദീകരിക്കുന്നുണ്ട്. ജാതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു സാമൂഹ്യ ശ്രേണീകരണ രൂപമാണ്. അത് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത്. ചാതുർവർണ്ണം എന്ന് പറഞ്ഞാൽ 4 വർണ്ണങ്ങൾ: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു ശ്രേണീകരണമാണ് ജാതി വ്യവസ്ഥ. അപ്പോൾ ജാതി വ്യവസ്ഥയിൽ ഉയർന്ന താഴ്ന്ന ജാതികളുണ്ട്. പിന്നെ ജാതിയുടെ സവിശേഷതകൾ: ജനനമാണ് ജാതിയുടെ അടിസ്ഥാനം, ആരോപിത പദവിയാണ്, സ്വഗണ വിവാഹം നിർബന്ധിക്കുന്നതാണ്, അതിൽ കുലത്തൊഴിലുണ്ട്, അതുപോലെ പരമ്പരാഗതമായ ഒരു സംവിധാനമാണത്, അതുപോലെ സാമൂഹികവും മതപരവുമായ ശ്രേണീകരണമാണത്, അതുപോലെ സമൂഹത്തിൻ്റെ ഒരു ഖണ്ഡവിഭജനം, ഒരു ജാതിയിൽ തന്നെ ഉപജാതികളും ഉപജാതികളൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു ഖണ്ഡമായിട്ട് അത് നിലകൊള്ളുന്നു തുടങ്ങിയ പ്രത്യേകതകളിൽ പറയുന്നുണ്ട്. ഇനി പരമ്പരാഗത ജാതി വ്യവസ്ഥയിൽ മാറ്റം കൊണ്ടുവരുന്നതിന് കുറേ ഘടകങ്ങൾ കാരണമായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, ഗതാഗത വാർത്താവിനിമയ രംഗത്തുണ്ടായ പുരോഗതി, അതുപോലെ നിയമനിർമ്മാണം, ജനാധിപത്യം, സാർവത്രിക വിദ്യാഭ്യാസം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ ജാതി വ്യവസ്ഥയിലെ ഐത്തവും തൊട്ടുകൂടായ്മയൊക്കെ അവസാനിച്ചു, കുലത്തൊഴിലൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയൊക്കെ ഈ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വന്നപ്പോൾ, ഇപ്പോൾ ട്രെയിന്, ബസ്സൊക്കെ വന്നപ്പോൾ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ പൊതുവിദ്യാലയങ്ങളൊക്കെ വന്നപ്പോൾ ഒരുമിച്ചിരുന്ന് ഉയർന്ന ജാതിയിലും താഴ്ന്ന ജാതിയിലെ കുട്ടികളൊക്കെ പഠിക്കാൻ തുടങ്ങി. ഇത് ജാതി വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ വർഗത്തിൻ്റെ അടിസ്ഥാനം
സാമ്പത്തികമാണ്, വരുമാനത്തിലുള്ള വ്യത്യാസം, സമ്പത്തിലുള്ള വ്യത്യാസമൊക്കെയാണ് വർഗത്തെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ വർഗത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് കാൾ മാർക്സും മാക്സ് വെബറൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാർക്സിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ബന്ധങ്ങളാണ് അസമത്വത്തിൻ്റെ അടിസ്ഥാനം. അതുപോലെ തന്നെ ഉൽപ്പാദന രീതിയിലെ പ്രക്രിയ അല്ലെങ്കിൽ ഉൽപ്പാദന പ്രക്രിയയിലെ ഉള്ള ബന്ധങ്ങളാണ് വർഗത്തെ നിർണ്ണയിക്കുന്നത് എന്നൊക്കെ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മാക്സ് വെബർ പറഞ്ഞത് ജീവിത അവസരങ്ങളാണ് ഈ വർഗത്തെ നിർണ്ണയിക്കുന്നത് എന്നാണ്. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ചരിത്രത്തിലുണ്ടായ വ്യത്യസ്ത വർഗങ്ങളാണ് യജമാനനും അടിമയും, അതുപോലെ തന്നെ അഭിജാതനും സാധാരണക്കാരനും, പ്രഭുവും അടിയാനും, മുതലാളിയും തൊഴിലാളിയും ഒക്കെ വ്യത്യസ്ത വർഗങ്ങളാണ്. അതുപോലെ തന്നെ ജാതിയും വർഗവും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ പറയാം. അപ്പം നേരത്തെ പറഞ്ഞ പോലുള്ള അഭിപ്രായങ്ങൾ ഒന്ന് താരതമ്യം ചെയ്ത് പറയാം. ജാതിയുടെ അടിസ്ഥാനം ജനനമാണെങ്കിൽ വർഗത്തിൻ്റെ അടിസ്ഥാനം ജനനമല്ല, അത് ആർജിതമാണ്. അതുപോലെ തന്നെ സ്വഗണ വിവാഹം എന്നത് ജാതിയിലുണ്ട്, എന്നാൽ വർഗത്തിൽ അങ്ങനെയല്ല. ഒന്ന് മതപരമാണ്, മറ്റേത് മതേതരമാണ്. അതുപോലെ തന്നെ ഒന്ന് അടഞ്ഞതാണ്. ജാതി എന്ന അടഞ്ഞ വ്യവസ്ഥയാണെങ്കിൽ വർഗം ഒരു തുറന്ന വ്യവസ്ഥയാണ്. കാരണം വർഗം ആർക്കും മാറ്റാൻ കഴിയും. ഇന്ന് താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരാൾക്ക് നാളെ വേണമെങ്കിൽ ലോട്ടറിക്ക് അടിച്ചാൽ ഉയർന്ന വർഗമായിട്ട് സമ്പന്നനായിട്ട് മാറാൻ സാധിക്കും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചെഴുതാം. അടുത്തത് 23ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. അതിൽ എ കോളവും ബി കോളവും ഉണ്ട്. എ കോളത്തിനനുസരിച്ച് ബി കോളത്തിൽ നിന്ന് ചേർക്കലാണ് വേണ്ടത്. അപ്പോൾ എ കോളത്തിൽ ആദ്യം പറയുന്നു LK അനന്തകൃഷ്ണയ്യർ. ഇതിൽ പറയുന്നതൊക്കെ അവസാനത്തെ 10ാമത്തെ പാഠത്തിൽ നിന്നുള്ളതാണ്. അതിൽ ഇന്ത്യൻ സമൂഹശാസ്ത്രത്തെക്കുറിച്ചാണ് ആ അധ്യായം. അതിൽ LK അനന്തകൃഷ്ണയ്യരെ കുറിച്ച് യോജിച്ചത് എത്നോഗ്രഫിക് സർവേ എന്നതാണ്. അദ്ദേഹത്തെ ബ്രിട്ടീഷിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ജനങ്ങളെക്കുറിച്ചുള്ള ഒരു വംശീയ ശാസ്ത്ര പഠനം നടത്താൻ ഏൽപ്പിച്ചു. അങ്ങനെ കൊച്ചിയിലെയും മൈസൂരിലെയൊക്കെ എത്നോഗ്രഫി നടത്തി അങ്ങനെ പ്രശസ്തനായ ആളാണ് LK അനന്തകൃഷ്ണയ്യർ. രണ്ടാമത്തത് ശരത് ചന്ദ്ര റോയ് എന്നാണ്. അതിനോട് മാച്ചായത് മാൻ ഇൻ ഇന്ത്യ എന്നാണ്. അദ്ദേഹം ഇറക്കിയ ഒരു ജേണലാണ്, ഗവേഷണ ജേണലാണ് മാൻ ഇൻ ഇന്ത്യ. ഇന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു ആന്ത്രോപോളജിക്കൽ ജേണലാണ് മാൻ ഇൻ ഇന്ത്യ. ഇനി മൂന്നാമത്തത് GS ഖുര്യ എന്നതാണ്. അതിനോട് യോജിച്ചത് ജാതിയും വംശവും എന്നാണ്. അപ്പോൾ ജാതിയും വംശവും, കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജാതിയും വംശവും എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധം കൂടിയാണത്. അതിൽ ജാതിയും വംശവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇനി അടുത്തത് DP മുഖർജി എന്നതാണ്. അതിനോട് യോജിച്ചത് സജീവ പാരമ്പര്യം. DP മുഖർജിയുടെ ഒരു ആശയമാണ് ലിവിങ് ട്രഡീഷൻ. സജീവ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റിൽ, കഴിഞ്ഞ കാലത്തിൽ മാത്രമല്ല വർത്തമാനകാലത്തിലും അതുപോലെ ഭാവിയിലേക്കൊക്കെ തുറന്നു നിൽക്കുന്ന ഒരു തരം പാരമ്പര്യം. അപ്പോൾ നിലവിലുള്ള പാരമ്പര്യത്തിൽ മാറ്റം ഉൾക്കൊള്ളുന്ന പാരമ്പര്യത്തെയാണ് സജീവ പാരമ്പര്യം എന്ന് പറയാം. അത് DP മുഖർജിയുടെ ആശയമാണ്. അടുത്തത് MN ശ്രീനിവാസ്. അതിനോട് യോജിച്ചത് ഗ്രാമപഠനം എന്നുള്ളതാണ്. MN ശ്രീനിവാസ് രാംപുര എന്ന ഗ്രാമത്തിൽ, മൈസൂരിലെ കൂർഗ് സമൂഹത്തെയും അതുപോലെ അവിടുത്തെ രാംപുര എന്നൊരു ഗ്രാമത്തെയൊക്കെ ദത്തെടുത്തുകൊണ്ട് അദ്ദേഹം പഠനം നടത്തിയിരുന്നു. അങ്ങനെ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ഓർമ്മയിലെ ഗ്രാമം, റിമെമ്പേർഡ് വില്ലേജ് എന്ന പുസ്തകം. എന്നതിനെക്കുറിച്ചൊക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ എഴുതിയാൽ 5 മാർക്ക് കിട്ടും. അടുത്ത ഭാഗം 24 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളാണ്. ഇതിലേതെങ്കിലും 3 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. 6 സ്കോർ വീതമാണ്. 24ാമത്തെ ചോദ്യം, കുടുംബത്തിൻ്റെ വിവിധ രൂപങ്ങൾ വിശദമാക്കുക. അതിൽ സൂചനയുണ്ട്. ഘടനയുടെ അടിസ്ഥാനത്തിൽ, താമസസ്ഥലം, അധികാരം, പാരമ്പര്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇതിൽ ഉത്തരം എഴുതേണ്ടത്, ഈ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ പുസ്തകത്തിലുള്ളത് 60ാമത്തെ പേജ് മുതൽ 60-61 പേജുകളിലാണ്. 3ാമത്തെ അധ്യായത്തിൽ
അപ്പോൾ ഘടനയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കുടുംബത്തെ അണുകുടുംബമെന്നും കൂട്ടുകുടുംബമെന്നും തിരിക്കാം. അണുകുടുംബം എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും വിവാഹിതരല്ലാത്ത മക്കളും അടങ്ങിയ കുടുംബമാണ് അണുകുടുംബം. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ 3 തലമുറയോ അതിലധികമോ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന തരം കുടുംബത്തെയാണ് കൂട്ടുകുടുംബം എന്ന് പറയാം. അപ്പോൾ രണ്ടിൻ്റെയും പ്രത്യേകതകൾ ഈ 60-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇനി താമസ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണെങ്കിൽ പിതൃസ്ഥാനീയ കുടുംബം, മാതൃസ്ഥാനീയ കുടുംബം എന്നിങ്ങനെ തരംതിരിക്കാം. പിതൃസ്ഥാനീയം എന്ന് പറഞ്ഞാൽ ദമ്പതിമാർ പുരുഷൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു, ഭർതൃഗൃഹവാസം. ഇനി മാതൃസ്ഥാനീയം എന്ന് പറഞ്ഞാൽ നവദമ്പതിമാർ സ്ത്രീയുടെ മാതാപിതാക്കന്മാരോടൊപ്പം താമസിക്കുന്നു. അപ്പോൾ അതാണ് താമസ സ്ഥലം അല്ലെങ്കിൽ വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തരംതിരിക്കൽ. ഇനി അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണെങ്കിൽ പിതൃമേധാവിത്വ കുടുംബമെന്നും മാതൃമേധാവിത്വ കുടുംബമെന്നും തരംതിരിക്കാം. പിതൃമേധാവിത്വം എന്ന് പറഞ്ഞാൽ പുരുഷന് അധികാരവും ആധിപത്യവുമുള്ള കുടുംബമാണ്. മാതൃമേധാവിത്വം എന്ന് പറഞ്ഞാൽ മാതാവിന് അധികാരവും മേധാവിത്വവും തീരുമാനമെടുക്കലൊക്കെ മാതാവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അത്തരം കുടുംബത്തെ മാതൃമേധാവിത്വ കുടുംബമെന്ന് പറയും. ഇനി പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ തരംതിരിച്ചാൽ അത് പിതൃതാവഴി കുടുംബം അല്ലെങ്കിൽ പിതൃതായ കുടുംബം എന്ന് പറയുന്നു. അതുപോലെ മാതൃതാവഴി കുടുംബം അല്ലെങ്കിൽ മാതൃതായ കുടുംബം എന്ന് പറയും. പിതൃതാവഴി പറഞ്ഞാൽ പാരമ്പര്യം അച്ഛൻ വഴിയാണ് ലഭിക്കുന്നത്. മാതൃതാവഴി പറഞ്ഞാൽ പാരമ്പര്യം അമ്മ വഴി ലഭിക്കുന്നു. അപ്പോൾ അത്തരം കുടുംബത്തെയാണ് പിതൃതാവഴി അല്ലെങ്കിൽ മാതൃതാവഴി കുടുംബം എന്ന് പറയുക. അപ്പോൾ ഇത് ഇങ്ങനൊരു ക്രമത്തിലൊരു പട്ടികയാക്കി എഴുതി വിശദീകരിച്ചാൽ 6 മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം 25. അതിൽ എ ബി ഭാഗങ്ങളുണ്ട്. എ ചോദ്യം സർവേ രീതി വിശദമാക്കുക എന്നാണ്, അതിന് 2 മാർക്ക്. ബി ചോദ്യം സർവേ രീതിയുടെ നേട്ടങ്ങളും പരിമിതികളും പട്ടികപ്പെടുത്തുക. അപ്പോൾ എ ചോദ്യം സർവേ രീതി വിശദമാക്കുക എന്നാണ്. സർവേ എന്നാൽ സമൂഹശാസ്ത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഗവേഷണ രീതിയാണ്. ഒരു വലിയ ജനസംഖ്യയിലെ ചെറിയ വിഭാഗത്തെ മാത്രം പഠിച്ചുകൊണ്ട് അതിലൂടെ ലഭ്യമാകുന്ന നിഗമനങ്ങളെ വലിയ ജനസംഖ്യയിലേക്ക് സാമാന്യവൽക്കരിക്കാൻ സൗകര്യമൊരുക്കുന്ന സാമൂഹ്യ ഗവേഷണ രീതിയാണ് സർവേ. അപ്പോൾ ഇത് വിവരിക്കുന്നത് 5-ാമത്തെ പാഠത്തിൽ 117-ാമത്തെ പേജിലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ നിർവചനം. അതിന് 2 മാർക്കാണ്. ഇനി ബി ചോദ്യം അതിൻ്റെ നേട്ടങ്ങളും പരിമിതികളുമാണ്. അപ്പോൾ സർവേ രീതിക്ക് കുറേ നേട്ടങ്ങളുണ്ട്. പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളെ പഠിച്ചുകൊണ്ട് വലിയൊരു വിഭാഗത്തിൽ അതിനെ സാമാന്യവൽക്കരിക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഫീൽഡ് വർക്കിലൊന്നും ഈ സാമാന്യവൽക്കരണം സാധ്യമല്ല. എന്നാൽ ഈ കുറച്ച് പേരിന്ന് പഠിച്ച് കിട്ടിയ വിവരം വലിയൊരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് എന്ന് പറയാൻ സാധിക്കും. അതിനാണ് സാമാന്യവൽക്കരണം എന്ന് പറയുക. അത് സർവേയുടെ ഒരു നേട്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സമയമെടുക്കാതെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ആളുകളിൽ നിന്ന് വിവരം ശേഖരിക്കാൻ സാധിക്കും. ഫീൽഡ് വർക്കൊക്കെ ആണെങ്കിൽ മാസങ്ങളും വർഷങ്ങളൊക്കെ എടുക്കും ഒരു ഫീൽഡ് വർക്ക് പൂർത്തിയാക്കാൻ. എന്നാൽ സർവേകൾ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് നടത്താൻ സാധിക്കും. അത് അതിൻ്റെ ഒരു ഗുണമാണ്, നേട്ടമാണ്. അതുപോലെ തന്നെ അധ്വാനവും പണവും ഒക്കെ ലാഭിച്ചുകൊണ്ട് സർവേ നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ സാമാന്യവൽക്കരിക്കാൻ പറ്റുമെന്നതും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്. ഇനി അതിൻ്റെ പരിമിതികൾ പുസ്തകത്തിൽ ശരിക്കും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. സർവേ രീതിയുടെ പരിമിതികൾ എന്ന് 119-ാമത്തെ പേജിൽ. അപ്പോൾ അതിൽ സർവേ രീതി വ്യാപകമായ കവറേജ് നൽകുന്നുണ്ടെങ്കിലും അത് ആഴത്തിലുള്ള വിലയിരുത്തലിന് പര്യാപ്തമല്ല. അതുപോലെ തന്നെ ഒരു സർവേ ചോദ്യാവലി വ്യത്യസ്ത ഗവേഷണ സംഘാംഗങ്ങൾ ചോദിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാം. ഇത് ലഭിക്കുന്ന ഉത്തരങ്ങളെ ബാധിച്ചേക്കാം. ഇത്തരം തെറ്റുകളെ നോൺ സാമ്പിളിംഗ് പിശക് എന്നാണ് വിളിക്കുക. അതുപോലെ ഉത്തരങ്ങളെ രേഖപ്പെടുത്തുമ്പോൾ കടന്നുകൂടുന്ന തെറ്റുകൾ ഗവേഷണ ഫലത്തെ ബാധിക്കാം. അതുപോലെ സർവേ രീതിയിൽ കടന്നുകൂടുന്ന തെറ്റുകൾ പലതും മുൻകൂട്ടി കാണാനോ പ്രതിരോധിക്കാനോ സാധിക്കുന്നതല്ല. വേറൊന്ന്, സർവേ ചോദ്യാവലി കൈകാര്യം ചെയ്യുമ്പോൾ ഗവേഷകരല്ലാത്തതിനാൽ
ഉപയോഗിക്കുന്ന സമയത്ത് തിരുത്തലുകളോ ഭേദഗതികളോ നടത്താനുള്ള സാധ്യത കുറവാണ്. അപ്പം അങ്ങനെ പരിമിതികളും നേട്ടങ്ങളുമുള്ള ഒരു ഗവേഷണ രീതിയാണ് സർവേ. അടുത്ത ചോദ്യം 26. യാന്ത്രിക ഐക്യദാർഢ്യവും ജൈവ ഐക്യദാർഢ്യവും തമ്മിൽ വേർതിരിച്ചെഴുതുക. അപ്പോൾ അത് എം.എൽ. ദുർക്കൈമിൻ്റെ ആശയമാണ്. ഇത് പറയുന്നത് 9-ാമത്തെ അധ്യായത്തിൽ 193-ാമത്തെ പേജിലാണ്. അപ്പോൾ അദ്ദേഹം തൊഴിൽ വിഭജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി, സമൂഹത്തിലെ തൊഴിൽ വിഭജനം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണ പ്രബന്ധമാണ്. അപ്പോൾ തൊഴിൽ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 2 തരം ഐക്യദാർഢ്യങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്. സോഷ്യൽ സോളിഡാരിറ്റി, സാമൂഹ്യ ഐക്യദാർഢ്യം, അതിലൊന്നാണ് യാന്ത്രിക ഐക്യദാർഢ്യം, മറ്റൊന്ന് ജൈവിക ഐക്യദാർഢ്യം. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം 193-ാമത്തെ പേജിൽ വിവരിച്ചിട്ട് 2 കോളമാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ യാന്ത്രിക ഐക്യദാർഢ്യത്തിൻ്റെ ഒന്ന് പരസ്പര സാദൃശ്യമാണെങ്കിൽ ജൈവിക ഐക്യദാർഢ്യത്തിൻ്റെ പരസ്പര വൈവിധ്യമാണ്. എന്നാൽ സ്വാശ്രയത്വമാണ് യാന്ത്രിക ഐക്യദാർഢ്യത്തെങ്കിൽ പരാശ്രയത്വമാണ് ജൈവിക ഐക്യദാർഢ്യത്തിലുള്ളത്. അതുപോലെ ലളിതമായ തൊഴിൽ വിഭജനമാണ് യാന്ത്രിക ഐക്യദാർഢ്യത്തിൽ കാണപ്പെടുന്നതെങ്കിൽ സങ്കീർണമായ തൊഴിൽ വിഭജനമാണ് ജൈവിക ഐക്യദാർഢ്യത്തിലുള്ളത്. അതുപോലെ തന്നെ കർശന നിയമങ്ങൾ യാന്ത്രിക ഐക്യദാർഢ്യത്തിൽ വരുന്നു, എന്നാൽ പരിഷ്കൃത നിയമങ്ങളാണ് ജൈവിക ഐക്യദാർഢ്യത്തിലുള്ളത്. അതുപോലെ യാന്ത്രിക ഐക്യദാർഢ്യം കാണപ്പെടുന്നത് പുരാതന ലളിത സമൂഹങ്ങളിലാണ്, എന്നാൽ ജൈവിക ഐക്യദാർഢ്യം ആധുനിക സമൂഹങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പം ഇങ്ങനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. അതിങ്ങനെ കോളമാക്കി എഴുതിയാൽ മതി. അടുത്ത ചോദ്യം 27. സാമൂഹ്യ മാറ്റത്തിനുള്ള ഏതെങ്കിലും 3 കാരണങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഈ ചോദ്യം 7-ാമത്തെ പാഠത്തിൽ നിന്ന് സാമൂഹ്യ മാറ്റം, ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മാറ്റത്തെക്കുറിച്ച് പറയുന്ന പാഠം, അതിൽ 146-ാമത്തെ പേജിൽ ഈ ഉത്തരം വിവരിക്കുന്നുണ്ട്. സാമൂഹ്യ മാറ്റത്തിൻ്റെ വ്യത്യസ്ത കാരണങ്ങൾ, അതിൽ പാരിസ്ഥിതിക കാരണമുണ്ട്, സാങ്കേതിക കാരണമുണ്ട്, സാമ്പത്തികമായ കാരണമുണ്ട്, രാഷ്ട്രീയമായ കാരണമുണ്ട്, സാംസ്കാരികമായ കാരണമുണ്ട്. ഇതിൽ ഏതെങ്കിലും 3 കാരണങ്ങൾ വിവരിക്കുകയാണ് വേണ്ടത്. പാരിസ്ഥിതികം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാമൂഹ്യ ഘടന എല്ലാ കാലത്തും പ്രകൃതിക്കും ഭൗതിക സാഹചര്യങ്ങൾക്കും വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. നദീതടങ്ങളിലും സമതലങ്ങളിലും ജീവിച്ചിരുന്നവരെ പോലെ മരുഭൂമിയിൽ വസിച്ചിരുന്നവർക്ക് കൃഷി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ വ്യത്യസ്ത ചുറ്റുപാടുള്ള പ്രകൃതിയുടെ ചുറ്റുപാടുകളിൽ ജീവിച്ചിരുന്നവരുടെ വ്യത്യാസങ്ങൾ, അവരുടെ ജീവിത രീതിയിൽ ഉണ്ടായ മാറ്റങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അത് പരിസ്ഥിതി സംബന്ധമായ കാരണങ്ങൾ കൊണ്ടുണ്ടായ മാറ്റമാണ്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയും സമ്പൽഘടനയും കൂടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൽ വ്യത്യസ്ത കണ്ടുപിടുത്തങ്ങൾ, പാവ്യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴി തെളിയിച്ചു. ചില കണ്ടുപിടുത്തങ്ങളുടെ സ്വാധീനം പിന്നീട് മാത്രം അനുഭവപ്പെടുന്ന തരത്തിലുള്ളതാണ്. ഉദാഹരണമായിട്ട് വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തം യുദ്ധമുറകളുടെ സാങ്കേതിക വിദ്യയെ അടിമുടി പരിവർത്തനം ചെയ്തു തുടങ്ങിയ കുറേ ഉദാഹരണങ്ങൾക്ക് വെച്ചുകൊണ്ട് ആ കാരണം വിശദീകരിക്കുന്നുണ്ട്. ഇനി രാഷ്ട്രീയ കാരണം എന്ന് പറഞ്ഞാൽ ഭരണകൂടങ്ങൾ സാമൂഹ്യ മാറ്റങ്ങൾക്ക് ഒരു ചാലക ശക്തിയാണ്. രാജാവിനെയും രാജ്ഞിയെയും സാമൂഹ്യ മാറ്റങ്ങൾ ഏറ്റവും പ്രധാന ശക്തികളായാണ് കണക്കാക്കിയിരുന്നത്. അതുപോലെ തന്നെ ഓരോ രാജ്യവും അതിനെ കീഴടക്കുന്നവരും അതിൻ്റെ യുദ്ധത്തെക്കുറിച്ചൊക്കെ അതിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് ധാരാളം മാറ്റങ്ങൾ ഒരു രാജ്യത്തുണ്ടാകും. അതുപോലെ തന്നെ ഈ പ്രായപൂർത്തി വോട്ടവകാശം എന്ന നിയമം പാസ്സാക്കിയപ്പോൾ രാഷ്ട്രീയ രംഗത്തുണ്ടായ മാറ്റം, അങ്ങനത്തെ ചില മാറ്റങ്ങളൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2-ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിൽ അമേരിക്ക ഇട്ട ബോംബുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ജനതയിലുണ്ടായ മാറ്റം, അതിന്ന് ആ തിരിച്ചടിയിൽ നിന്നും അവർ ജയിച്ചു വരുന്ന ഒരവസ്ഥ ഒക്കെ അതിൽ വിവരിക്കുന്നുണ്ട്. അതൊക്കെ രാഷ്ട്രീയമായ കാരണങ്ങളാണ്. അതുപോലെ തന്നെ സാംസ്കാരികമായ മാറ്റം, സാംസ്കാരിക രംഗത്തുണ്ടാകുന്ന മാറ്റം, ഇപ്പോൾ മതപരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ രീതിയിൽ, നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ, ഭാഷയിൽ വരുന്ന മാറ്റങ്ങൾ വഴിയൊക്കെ സംസ്കാരത്തിൽ മാറ്റമുണ്ടാകും.
അപ്പോൾ അത് മാക്സ് വെബറുടെ ഒരു പഠനമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് മതവിശ്വാസം ഒരാളുടെ സാമ്പത്തിക പ്രവർത്തനം മാറ്റമുണ്ടാക്കുക തുടങ്ങിയ ഉദാഹരണമൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു 3 കാരണങ്ങൾ വിശദീകരിച്ച് ഉദാഹരണ സഹിതം എഴുതിയാൽ മാർക്ക് കിട്ടും. അടുത്ത ഭാഗം 28 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളാണ്. ഇതിലേതെങ്കിലും 2 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. എസ്സേ ചോദ്യമാണ്. ഒരു ചോദ്യത്തിന് 8 മാർക്കാണ്. അപ്പോൾ അതിൽ 28ാമത്തെ ചോദ്യം, അതിൽ തന്നെ A-B ചോദ്യങ്ങളുണ്ട്. A ചോദ്യം, സാമൂഹ്യവൽക്കരണം എന്നാൽ എന്ത്? സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് സാമൂഹീകരണം എന്നാണ്. മലയാളത്തിൽ അങ്ങനെ 2 വാക്കായിട്ടും പറയും. സോഷ്യലൈസേഷൻ അതിൻ്റെ ഇംഗ്ലീഷ്. അപ്പോൾ സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ സാമൂഹീകരണം എന്നാൽ എന്ത്? അപ്പോൾ അതിൻ്റെ ഒരു നിർവചനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സാമൂഹ്യ ജീവിയാക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. അപ്പോൾ ജനന സമയത്ത് ഒരു മനുഷ്യ ശിശുവിന് ഒന്നും അറിയില്ല, പിന്നെ സമൂഹത്തെക്കുറിച്ച് അവൻ പഠിച്ചു വരുന്നു. ഈ പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. ഒരു ജൈവ വ്യക്തിയിൽ നിന്ന് ഒരു സാമൂഹ്യ വ്യക്തിയിലേക്കുള്ള പരിണാമ പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ സാമൂഹീകരണം. ഇനി അതിൽ B ചോദ്യം, സാമൂഹ്യവൽക്കരണ ഏജൻസികളുടെ പങ്ക് വിശദീകരിക്കുക എന്നാണ്. സാമൂഹ്യവൽക്കരണത്തിൻ്റെ വിവിധ ഏജൻസികൾ, അതിൽ കുടുംബമുണ്ട്, അതുപോലെ തന്നെ വിദ്യാലയമുണ്ട്, അതുപോലെ സമസംഘങ്ങളുണ്ട്, ബഹുജന മാധ്യമങ്ങളുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ മറ്റു ചില മതം, അതുപോലെ തന്നെ ആചാരങ്ങൾ, തൊഴിൽ മണ്ഡലങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളൊക്കെ സാമൂഹ്യവൽക്കരണത്തിൻ്റെ വിവിധ ഏജൻസികളാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും വിശദീകരിച്ച് എഴുതാം. അതിന് 6 മാർക്കാണ്. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് എങ്ങനെയാണ് കുടുംബം സാമൂഹ്യവൽക്കരണം നടത്തുന്നത്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, അതിൽ തന്നെ അണുകുടുംബം, കൂട്ടുകുടുംബം, ഇവ തമ്മിലുള്ള വ്യത്യാസം ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഏജൻസിയാണ് സമസംഘം, പിയർ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരേ പ്രായത്തിലും പദവിയിലും വരുന്ന ആളുകളുടെ കൂട്ടം, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ. പ്രത്യേകിച്ചും കൗമാരപ്രായക്കാർക്കിടയിലൊക്കെ കൂടുതൽ സ്വാധീനമുള്ളത് ഈ സമസംഘങ്ങൾക്കാണ്. മാതാപിതാക്കളുടെ വാക്കിനേക്കാൾ വില കൽപ്പിക്കുന്നത് അവരുടെ സുഹൃത്തുക്കൾക്കാണ്. അതുകൊണ്ട് തന്നെ സാമൂഹീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സമസംഘക്കാർ. നമ്മുടെ ഈ സാഹസിക സ്വഭാവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ സ്വഭാവം, അതുമായി ബന്ധപ്പെട്ട മറ്റു കുറേ വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ കുട്ടികളിൽ കയറി വരുന്നത് ഈ ഫ്രണ്ട്സിൻ്റെ സ്വാധീനം കൊണ്ടാണ്, സമസംഘത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്. അപ്പോൾ അത് മോശപ്പെട്ടൊരു സാമൂഹ്യവൽക്കരണത്തിലേക്ക് നയിക്കും. അതുപോലെ തന്നെയാണ് വിദ്യാലയങ്ങൾ. വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഔപചാരികമായൊരു ഏജൻസിയാണ്. പാഠ്യപദ്ധതിയിലൂടെയും ഇനി ഹിഡൻ കരിക്കുലം, മറഞ്ഞു നിൽക്കുന്ന കരിക്കുലത്തിലൂടെയൊക്കെ അത് കുട്ടിയുടെ സ്വഭാവത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കിടയിൽ ആൺപെൺ വ്യത്യാസം ഒക്കെ ഇല്ലാതാക്കുന്നതിന് ഈ സ്കൂളിൻ്റെ ഇടപെടൽ സഹായിക്കും. ഉദാഹരണമായിട്ട് പഠിച്ചു വരുന്ന ജോലി, ക്ലാസ് റൂം വൃത്തിയാക്കുന്ന ജോലി ആൺകുട്ടികളെ കൊണ്ടും ചെയ്യിപ്പിച്ചാൽ ക്ലീനിങ് പെൺകുട്ടിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നൊരു ബോധം ഉണ്ടാകുന്നതിന് അത് സഹായിക്കും. അപ്പോൾ കുട്ടികൾക്കിടയിൽ നല്ലൊരു സാമൂഹ്യവൽക്കരണം നടത്തുന്നതിന് സ്കൂളിന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ബഹുജന മാധ്യമങ്ങൾ. ബഹുജന മാധ്യമം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് വിവരമെത്തിക്കുന്ന സംവിധാനങ്ങളാണ്. അതിൽ പത്രം, റേഡിയോ, TV, അതുപോലെ തന്നെ മറ്റു ഇൻ്റർനെറ്റ് സംവിധാനം, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതുവഴിയും കുട്ടികൾക്ക് സമൂഹത്തെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ, സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും യുവാക്കളിലും കൗമാരപ്രായക്കാരിലൊക്കെ ബഹുജന മാധ്യമത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. കുട്ടികളുടെ ഫാഷനും ട്രെൻഡ്സും ഒക്കെ തീരുമാനിക്കുന്നത് ഇത്തരം വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തുടങ്ങിയ സംവിധാനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളുണ്ട്, മോശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എത്രമാത്രമാണ് കുട്ടിയുടെ സ്വഭാവത്തെ അത് സ്വാധീനിക്കുന്നത് എന്ന്. അപ്പോൾ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതാം. ഇതിന് പുറമെ മറ്റു സാമൂഹീകരണ ഏജൻസികളിൽ നിന്ന് കൊടുത്തിട്ട് നമ്മുടെ സമ്പ്രദായങ്ങളും ആചാരങ്ങളും മതവിശ്വാസവും ഒക്കെ
നമ്മുടെ സാമൂഹികരണത്തെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എഴുതിയാൽ എസ് ആയി. അടുത്തത് 29ാമത്തെ ചോദ്യമാണ്. നമ്മുടെ സമൂഹത്തിലെ പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ വിലയിരുത്തുക. ഇത് 8ാമത്തെ അധ്യായത്തിനുള്ള ചോദ്യമാണ്. 172ാമത്തെ പേജ് മുതൽ ഇത് വിവരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ വിഭവശോഷണം, മലിനീകരണം, ആഗോളതാപനം, ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ എന്നിവയാണ്. ഇതിൽ വിഭവശോഷണം എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ ശോഷിച്ചു പോവുക, അതായത് ഉപയോഗിച്ചാൽ തീരുന്ന കുറേ വിഭവങ്ങളുണ്ട്, അത് നല്ല കരുതലോടെ ഉപയോഗിക്കുക. അതിൽ പെട്ടാണ് ഭൂഗർഭജലം, അതുപോലെ മേൽമണ്ണ്, അതുപോലെ തന്നെയാണ് കുറേ വംശനാശം നേരിടുന്ന ജീവികൾ, അതായത് സസ്യങ്ങളും ജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന നമ്മുടെ പ്രകൃതി സമ്പത്ത് ഒക്കെ അതിൽ പെട്ടതാണ്. അപ്പോൾ അതൊക്കെ കരുതലോടെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതൊക്കെ നശിച്ചു പോകും. അങ്ങനെ ശോഷിച്ചു പോകുന്ന വിഭവങ്ങൾ, അതാണ് വിഭവ ശോഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു പരിസ്ഥിതി പ്രശ്നമാണ്. ഇനി മലിനീകരണം എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ, വ്യത്യസ്ത തരം മലിനീകരണങ്ങൾ, വായു മലിനമാകുക, അതുപോലെ തന്നെ ജലം മലിനമാകുക, അതുപോലെ തന്നെ മണ്ണിൻ്റെ മലിനീകരണം, അതുപോലെ ശബ്ദം കൊണ്ടുള്ള മലിനീകരണം, പലതരത്തിലുള്ള മലിനീകരണമുണ്ട്. അപ്പോൾ അത് വ്യത്യസ്തമായ രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ആഗോളതാപനം. ആഗോളതാപനം എന്നതിൽ വേനൽക്കാലത്ത് സൂര്യാഘാതമേറ്റ് മരണപ്പെട്ടതിനെക്കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് തുടങ്ങിയ വിശദീകരണത്തോടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ചൂട് കൂടുമ്പോൾ ഈ ധ്രുവങ്ങളിലൊക്കെ ഉള്ള മഞ്ഞ് ഉരുകിക്കൊണ്ട് സമുദ്രനിരപ്പ് ഉയരുകയും അങ്ങനെ ചില കരപ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് കാരണമാകുന്നത് ഹരിത ഭവന പ്രഭാവമാണ്, ഹരിതഗേഹ പ്രഭാവം എന്നൊക്കെ പറയും. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ തുടങ്ങിയ വാതകങ്ങളൊക്കെ അതിന് കാരണമാകുന്നുണ്ട്. ഈ വാതകങ്ങൾക്ക് ആഗോളതാപനം വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന പങ്കുണ്ട്. കാലാവസ്ഥയിൽ മാറ്റം വരുത്തുന്നതിനൊക്കെ ഈ ആഗോളതാപനം കാരണമാകുന്നു. ഇനി മറ്റൊരു പ്രശ്നമായിട്ട് പറഞ്ഞ ജനിതക മാറ്റം വരുത്തിയ ജീവജാലം, അതായത് ഒരു ജീവിയുടെ ജീൻ ഘടനയിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ പുതിയ സ്വഭാവങ്ങൾ ഉണ്ടാക്കുക. ഉദാഹരണമായിട്ട് ഇതിൽ പറയുന്ന ഉദാഹരണം, പരുത്തിച്ചെടിയിൽ പ്രതിരോധ ശക്തി ഉണ്ടാക്കാൻ വേണ്ടി, പരുത്തിച്ചെടി ആക്രമിക്കുന്ന ഒരു രോഗമാണ് ഉണ്ടപ്പുഴു രോഗം. അപ്പോൾ ആ ഉണ്ടപ്പുഴുവിനെ ഉള്ള പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് പരുത്തിച്ചെടിയിൽ ഒരു ബാക്ടീരിയ കടത്തി വരുന്നു. ആ ബാക്ടീരിയയുടെ പേരാണ് ബാസില്ലസ് തുറിഞ്ചിയൻസിസ്. അപ്പോൾ അങ്ങനെ കടത്തി വിട്ടാൽ ആ പരുത്തിച്ചെടിക്ക് എന്ത് ചെയ്യും, ഉണ്ടപ്പുഴുവിനെ ചെറുക്കാനുള്ള പ്രതിരോധ ശക്തി കിട്ടും. അപ്പോൾ അങ്ങനെ നല്ലവണ്ണം വിളവുണ്ടാവുന്നതിന് സഹായിക്കും. ഇതുപോലെ പുതിയ പുതിയ സസ്യ ജന്തുജാലങ്ങളെ ഉണ്ടാക്കിയെടുക്കുക, അത് വ്യത്യസ്ത ഗുണങ്ങളുള്ള. അപ്പോൾ അതൊരു തരം പരിസ്ഥിതി പ്രശ്നമാകാൻ കാരണം ഇതുപോലുള്ളൊരു ജീവി പ്രകൃതിയിലില്ല. പ്രകൃതിയുള്ള ഒരു സസ്യമല്ലത്, മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തൊരു സസ്യമാണ്. അപ്പോൾ അത്തരം സസ്യങ്ങളെ മനുഷ്യൻ ഉപയോഗിച്ചാൽ, അത് ഭക്ഷണമായിട്ട് കഴിച്ചാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് മനുഷ്യനിപ്പോഴും പൂർണ്ണമായൊരു വിവരം ലഭിച്ചിട്ടില്ല. ഇനി അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളൊന്നാണ് വന്ധ്യവിത്തുകൾ അല്ലെങ്കിൽ അന്തക വിത്തുകൾ. അതായത് ഒറ്റ പ്രാവശ്യം മാത്രം മുളക്കുന്ന വിത്തുകളൊക്കെ വൻകിട കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അത് കർഷകന് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങുന്ന കർഷകൻ ഓരോ വർഷവും വീണ്ടും വീണ്ടും ഈ വിത്തുകൾ കിട്ടാൻ വേണ്ടി ഈ കമ്പനികളെ തന്നെ സമീപിക്കേണ്ടി വരും. കാരണം ഒറ്റ പ്രാവശ്യം മാത്രമേ അത് മുളക്കുകയുള്ളൂ, അടുത്ത വർഷത്തേക്ക് എടുത്തു വെച്ചാൽ മുളക്കൂല. അപ്പോൾ അത് ഈ വിപണന സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കമ്പനികൾ ചെയ്യുന്ന ഒരു തന്ത്രമാണ്. അപ്പോൾ അതൊക്കെ ഈ ജനിതകമായി മാറ്റം വരുത്തിയ ജീവജാലം എന്നതിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ. അപ്പോൾ ഇവ വിശദീകരിച്ച് എഴുതിയാൽ 8 മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം, 30ാമത്തെ ചോദ്യം,
അതിൽ എ ബി ചോദ്യങ്ങളുണ്ട്. എ ചോദ്യം ആദർശ മാതൃക എന്ന പദം വിശദമാക്കുക, അതിന് 2 മാർക്ക്. ബി ചോദ്യം ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കുക, 6 മാർക്ക്. ഇത് 9ാമത്തെ പാഠത്തു നിന്നുള്ളതാണ്. മാക്സ് വെബറുടെ 2 ആശയങ്ങളാണ് ആദർശ മാതൃകയും ഉദ്യോഗസ്ഥ വൃന്ദവും. ആദർശ മാതൃക എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രതിഭാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എടുത്തു കാണിക്കുന്ന ഒരു മാതൃകയെയാണ് ആദർശ മാതൃക എന്ന് വിളിക്കുന്നത്. ഇതൊരു സമൂഹശാസ്ത്ര ഗവേഷണ രീതി കൂടിയാണ്. ഒരു സാമൂഹ്യ ശാസ്ത്രങ്ങൾ ഇത്തരം ഒരു മാതൃക പിന്തുടർന്നാൽ കൂടുതൽ ഗവേഷണാത്മകമായി പഠിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അതൊരു മെത്തഡോളജിക്കൽ ടൂളാണ്, ഒരു രീതിശാസ്ത്ര സംബന്ധമായ ഒരു ഉപകരണമാണ് ആദർശ മാതൃക. ആ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അധികാരത്തെക്കുറിച്ച് പഠിച്ചത്. അങ്ങനെ അധികാരത്തെ 3 തരമുണ്ടാക്കി അദ്ദേഹം വിശദീകരിച്ചു. ഒന്ന് പരമ്പരാഗതമായ അധികാരം, രാജാക്കന്മാരും രാജ്ഞിമാർക്കൊക്കെ കിട്ടുന്ന അധികാരത്തെ പരമ്പരാഗതമായ അധികാരം എന്നാണ് പറയുക. അതുപോലെ തന്നെ വ്യക്തിപ്രഭാവ അധികാരം, അതായത് ജീവിത ശുദ്ധി കൊണ്ട് ഒരാൾക്ക് വന്നു ചേരുന്ന അധികാരം. ഇപ്പോൾ ഗാന്ധിജിക്ക് അതേപോലെ നെൽസൺ മണ്ടേല, അതുപോലെ തന്നെ അബ്രഹാം ലിങ്കൺ തുടങ്ങിയ ആളുകളൊക്കെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അവർക്കൊക്കെ അധികാരം നൽകുന്നുണ്ട്. അപ്പോൾ അത് കിട്ടിയത് അവരൊരിക്കലും പ്രധാനമന്ത്രിയോ അങ്ങനെ പ്രസിഡൻ്റൊന്നും ആയതുകൊണ്ടല്ല, അവരുടെ ജീവിത ശുദ്ധി കൊണ്ട് ലഭിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള അംഗീകാരത്തെയാണ് വ്യക്തിപ്രഭാവ അധികാരം എന്ന് പറയാം. ഇനി വ്യക്തിപരവും നിയമപരവുമായ അധികാരം, അത് വ്യക്തിപരമല്ല, യുക്തിപരവും നിയമപരവുമായ അധികാരം. യുക്തിയുടെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന അധികാരമാണ് അത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ കളക്ടർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ, തഹസീൽദാർ, അങ്ങനെ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ, ഇവർക്കൊക്കെ അധികാരമുണ്ട്. അത് കിട്ടിയത് എങ്ങനെയാണ്? അവർ പഠിച്ചൊരു പരീക്ഷയ്ക്ക് എഴുതിയിട്ട് മത്സര പരീക്ഷയിൽ വിജയിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് അങ്ങനെ ജോലി കിട്ടിയതാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞവർക്ക് നിയമത്തിൻ്റെ ഒരു പിൻബലം കൊണ്ട് ഒരു കളക്ടർക്ക് ഇന്ന അധികാരങ്ങളുണ്ടെന്ന് നിയമമുണ്ട്. അപ്പോൾ നിയമത്തിൻ്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിലുള്ള അധികാരമാണത്. അപ്പം അങ്ങനെ അധികാരത്തെ തരംതിരിച്ചത് ഈ ആദർശ മാതൃകയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത്രയൊന്നും എഴുതേണ്ട, 2 മാർക്കിനാണ് എഴുതേണ്ടത്. ഇനി അതിലുള്ള ബി ചോദ്യം ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ വിവരിക്കുക എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന് 5 സവിശേഷതകൾ മാക്സ് വെബർ വിവരിക്കുന്നുണ്ട്. ഒന്ന്, ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസിയിൽ ഓരോ ഉദ്യോഗസ്ഥനും അവരുടേതായ അധികാര പരിധി ഉണ്ടായിരിക്കും. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ രീതി അഥവാ ഔദ്യോഗിക ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും കീഴുദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കും. കൃത്യനിർവഹണം കൃത്യമായി നടക്കുന്നതായിരിക്കും. ഇത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതൊക്കെയാണ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം എന്നതിൽ. ഇനി രണ്ടാമത്തത് സ്ഥാനങ്ങളുടെ ശ്രേണീകരണം. അധികാര സ്ഥാനങ്ങളുടെ ശ്രേണീകരണം ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരെ നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങളിൽ വിയോജിപ്പുള്ളവർക്ക് അപ്പീൽ നൽകാനുള്ള അവസരവും ഉദ്യോഗസ്ഥരുടെ വ്യവസ്ഥയിലുണ്ട്. അപ്പോൾ ശ്രേണീകരണം ഉയർന്ന താഴ്ന്ന സ്ഥാനങ്ങൾക്കാണ് ശ്രേണി എന്ന് പറയാം. അപ്പോൾ ഉദ്യോഗസ്ഥരിൽ ഉയർന്നവരും താഴ്ന്നവരും ഉണ്ടാവും. ഇപ്പോൾ പ്യൂണ്, ക്ലർക്ക്, അതേപോലെ വില്ലേജ് ഓഫീസർ, തഹസീൽദാർ, ഡെപ്യൂട്ടി, അതേപോലെ തന്നെ താലൂക്ക് ഓഫീസിലുള്ളൊരു ശ്രേണിയാണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ മേലെ സബ് കളക്ടർ ഇങ്ങനെ ഉയർന്ന ശ്രേണികളുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ. അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാവും. പിന്നെ അതേപോലെ മൂന്നാമത്തെ പ്രത്യേകത പ്രമാണബന്ധിത വ്യവസ്ഥയാണ്. ഫയലുകൾ അഥവാ ലിഖിത പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ ഭരണനിർവഹണം നടത്തപ്പെടുന്നത്. ഓഫീസുകളിൽ ഇത്തരം ഫയലുകൾ സൃഷ്ടിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ കൃത്യമായ ഒരു പെരുമാറ്റച്ചട്ടം ഉദ്യോഗസ്ഥരുടെ വ്യവസ്ഥയിലുണ്ടാകും. അതിന് പ്രമാണങ്ങളാണ്. ഫയലുകൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മൾ എപ്പോഴും ഫയൽ ബന്ധിത ജീവിതങ്ങൾ ഈ റെഡ് ടൈപ്പുകളിലാണ്, ചുവന്ന നാടക്കുള്ളിലാണെന്നൊക്കെ പറയാറുണ്ട്. അതാണ് പ്രമാണബന്ധിത വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തതാണ് ഓഫീസ് നടത്തിപ്പ്, ഓഫീസ് മാനേജ്മെൻറ്റ്.
ഓഫീസ് ഭരണത്തിന് പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥരുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. മാനേജ്മെൻറ്റ് പരിശീലനങ്ങൾ ഇന്നത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നാണ്. അപ്പോൾ പ്രത്യേകം ട്രെയിനിങ്ങുകൾ കിട്ടിക്കൊണ്ട് പ്രത്യേക സോഫ്റ്റ്വെയറിൻ്റെയോ അങ്ങനെ ചില പാക്കേജിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓഫീസുകൾ അവിടെ നടക്കുന്നത്. അടുത്തതാണ് പെരുമാറ്റച്ചട്ടങ്ങൾ. ബ്യൂറോക്രസിയിൽ ഓരോ ഉദ്യോഗസ്ഥനും നിയമിക്കപ്പെടുന്നത് മുഴുവൻ സമയവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. മറിച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രമല്ല, കൃത്യമായ പെരുമാറ്റച്ചട്ടങ്ങളും അച്ചടക്ക ലംഘനത്തിന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരവും അധികാരികൾക്കുണ്ട്. അതുപോലെ തന്നെ ഓഫീസിൽ എന്ത് പ്രവർത്തിക്കണം, വീട്ടിലെന്ത് പ്രവർത്തിക്കണം, അങ്ങനെ പ്രൈവറ്റ് പബ്ലിക് എന്നൊരു വ്യത്യാസം ഉദ്യോഗസ്ഥർ കാണിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായി ചില നിർദ്ദേശങ്ങളൊക്കെ ഇടക്കിടക്ക് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരൊക്കെ പുറത്തുവിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഓഫീസ് സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ വന്ന് എന്തെങ്കിലും കാര്യം ചോദിക്കുന്ന സമയത്ത് ഫോണിൽ നോക്കിയിരിക്കാൻ പാടില്ല. അത് ശരിക്കും ഒരു ഉദ്യോഗസ്ഥ വൃന്ദം എന്നതിന് അതിൻ്റെ സ്വഭാവത്തിനെതിരാണ്. അതുപോലെ തന്നെ ഓഫീസ് സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല. ഓഫീസ് സമയത്ത് കൃത്യമായി ഓഫീസിൽ തന്നെ ഉണ്ടാവണം തുടങ്ങിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് പെരുമാറ്റച്ചട്ടങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സ് വെബർ പറഞ്ഞ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളാണ് ഇതിൽ എഴുതേണ്ടത്. അങ്ങനെ എഴുതിയാൽ 8 മാർക്ക് കിട്ടും. അതാണ് ഈ എസ്സേകൾ. ഇത് പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ചും ആദർശ മാതൃകയെക്കുറിച്ചൊക്കെ പറഞ്ഞത് 9ാമത്തെ പാഠത്തിൽ 196 പേജിലാണ്. 196, 197 പേജുകളിലാണ് ഇത് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ 1 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളിൽ ഓപ്ഷനുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഓപ്ഷനിൽ ഇപ്പോൾ എല്ലാ ചോദ്യത്തിനും വേണമെങ്കിൽ ഉത്തരം എഴുതാം. കൃത്യമായി അറിയുമെങ്കിൽ ഓപ്ഷൻ ഇല്ലാതെ ചോദിച്ചത് മാത്രം എഴുതുക. ഇനി വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഓപ്ഷൻ ഉള്ളതും എഴുതാം. കാരണം വാല്യുവേഷൻ നടത്തുന്ന സമയത്ത് ഏറ്റവും നല്ല ഉത്തരത്തിനാണ് മാർക്ക് കിട്ടുക. അപ്പോൾ 3 ചോദ്യത്തിന് ഉത്തരമാണ് കൊടുക്കേണ്ടത്. 4 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ 4 എണ്ണത്തിൽ ഏറ്റവും നല്ല 3 എണ്ണമാണ് വാല്യുവേഷൻ നടത്തുമ്പോൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതുന്നത് നല്ലതാണ് സമയമുണ്ടെങ്കിൽ. എന്നാൽ നിങ്ങൾ നന്നായി ഉത്തരം എഴുതിയ ചോദ്യങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് പഠിച്ച് ഉത്തരങ്ങൾ എഴുതുക. എല്ലാവിധ വിജയാശംസകളും നേരുന്നു.